ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു എഗ് നൂഡിൽസ് ആണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടക്കൂട്ട് ഒഴിച്ചു കൊടുക്കാം. വളരെ തിന്നായ രീതിയിൽ ഒരു ഓംലെറ്റ് തയ്യാറാക്കിയെടുക്കാം. ഇങ്ങനെ ഓംലെറ്റുകളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വളരെ തിന്നായ രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി സെയിം പാനിലോട്ട് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക. ഇതിലേക്ക് 1 ഗാർലിക് ചെറുതായി അരിഞ്ഞതും 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അതിൻ്റെ പകുതിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കോൺഫ്ലോർ, അതിൽ ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. എല്ലാം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഓംലെറ്റ് അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ എഗ് നൂഡിൽസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും തയ്യാറാക്കി നോക്കുക.